ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 5 ടൈപ്പ് ഹെയർ സ്റ്റൈൽസ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അതായത് നമ്മൾ എന്നും ഒരേ ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ഓരോ ഔട്ട്ഫിറ്റിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ മാറ്റുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ്. എല്ലാ ഹെയർ സ്റ്റൈൽസും എല്ലാവർക്കും ചേരണമെന്നില്ല. ഓരോരുത്തരുടെ ആ ഫേസിൻ്റെ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഹെയർ സ്റ്റൈൽ മാച്ച് ആവുക. നിങ്ങൾ ഇതിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും നമ്മളെ ഹെയർ സ്റ്റൈൽ മോശമാണെങ്കിൽ നമ്മുടെ ആ ഭംഗി അങ്ങ് പോകും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹെയർ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യണം. ഡ്രസ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ഹെയർ സ്റ്റൈൽ. ഫസ്റ്റ് തന്നെ ഇതുപോലെ സൈഡ് വകുപ്പെടുക്കണം. എന്നിട്ട് നമ്മളെ ഹെയറിലുള്ള ജടയെല്ലാം കളയണം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുക്കണം. നമ്മൾ തെറ്റത്തില്ലേ അതേപോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് മുടി വീതം മാത്രമേ ഇതെടുത്ത് തെറ്റത്തുള്ളൂ. കണ്ടോ? എന്നിട്ട് അവിടെ 2 പ്രാവശ്യം തെറ്റണം. അതിനുശേഷം വീണ്ടും നമ്മളെ ഫ്രണ്ടിലുള്ള മുടി കുറച്ചെടുക്കണം. എന്നിട്ട് അതുമായിട്ട് ചേർത്തിട്ട് തെറ്റണം. വീണ്ടും കുറച്ച് മുടി എടുക്കണം. ഫ്രണ്ടിൽ കുറച്ച് മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് മുടിയെടുത്ത് മാറ്റണം. ഇത് നമുക്ക് ഇങ്ങനെ കെട്ടിയ ശേഷം പിന്നീട് അവിടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പാടാണ്. ഇങ്ങനെ മുടിയെടുത്ത് തെറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മുടിയെടുത്ത് തെറ്റിയാൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തില്ല. കുറേശ്ശെ മുടിയെടുത്തിട്ട് വേണം ഇങ്ങനെ തെറ്റാനായിട്ട്. ആദ്യമൊക്കെ ഇങ്ങനെ തെറ്റുമ്പോൾ നമുക്ക് പറ്റാത്തതുപോലെയൊക്കെ തോന്നും, പെർഫെക്റ്റ് ആയില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അത് നമ്മൾ 3-4 തവണയൊക്കെ ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തു വരുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട, ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇങ്ങനെ കല്യാണം അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ മിക്കപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പൂവൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നല്ല മാച്ചാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിന്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തിട്ട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ സ്റ്റൈൽ പലർക്കും ഇത് അറിയത്തില്ല, ഭയങ്കര അങ്ങനെ പാടാണെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, പക്ഷേ നമ്മളിത് ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും ഭയങ്കര ഈസിയാണിത്. കണ്ടോ? ഇങ്ങനെ കെട്ടിയതിനെ നമ്മൾ അങ്ങനെ ടൈറ്റായിട്ട് ഇത് കെട്ടാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് ഫ്രണ്ടൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് പൊങ്ങി ഇങ്ങനെ നിൽക്കും. അതിന് ശേഷം ഒരു സ്ലൈഡ് എടുത്ത് അവിടെ സെക്യൂർ ചെയ്യാവുന്നതാണ്. കണ്ടോ? ഇതായിരിക്കും ഫൈനൽ ഔട്ട്ലുക്ക്. അടുത്ത് നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്കാവേ. ഇത് ഞാൻ ജസ്റ്റ് പുറത്ത് പോവുകയാണെങ്കിൽ കെട്ടുന്നൊരു ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ബാക്കിലൊരു ക്ലിപ്പ് കൂടെ വെച്ചാൽ ഓക്കെയാണ്, അങ്ങനെ ഇരുന്നോളും. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ നമുക്കിതാണ് സേഫായിട്ട് തോന്നിയിട്ടുള്ളത്. പാർട്ടിഷനൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ അതായത് പഫ് പോലെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ 2 ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്താൽ മതി, അവിടെ ഇരുന്നോളും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അടുത്ത് 3ാമത്തെ ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിന് സെൻട്രൽ പാർട്ടീഷനാണ് എടുക്കാനുള്ളത്, അതായത് നേർവകുപ്പ്. അത് നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും മാച്ച് അല്ലാത്തതുപോലെയൊക്കെ തോന്നും, പക്ഷേ അത് ഫൈനൽ വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് ഒരു കോളേജ് ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും, കുഞ്ഞു കുട്ടികൾക്കും നല്ല മാച്ചായിരിക്കും. ഇതുപോലെ നടുക്കുന്ന വകുപ്പെടുത്ത ശേഷം സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുത്തിട്ട് അങ്ങ് ബാക്കിൽ കൊണ്ടുപോയിട്ടല്ല, ആ സൈഡിൽ തന്നെ ക്ലിപ്പ് ചെയ്യും. കണ്ടോ? ഇപ്പുറത്ത് അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡും. ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ചുരുട്ടിയ ശേഷം അവിടെ വെച്ചിട്ട് തന്നെ ക്ലിപ്പ് ചെയ്യും. നമ്മൾ ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് നല്ല ചേരും ഈ ഒരു ഹെയർ സ്റ്റൈൽ. കുഞ്ഞു കുട്ടികളെന്ന് വെച്ചാൽ ഒരു 9, 10, 11 ആ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഇത്. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് മുടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് അത് നല്ലൊരു ഭംഗിയാണ്. പിന്നെ വെട്ടിയൊക്കെ വിട്ടിട്ടുള്ളവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും അത്. ഇതാണ് ലാസ്റ്റ് ലുക്ക് അതിൻ്റെ.
ഇത് 4ാമത്തെ ഹെയർ സ്റ്റൈലാണ്. ഇത് സൈഡ് വകുപ്പാണ് എടുക്കാനുള്ളത്. അതിനുശേഷം നേരത്തെ തെറ്റുന്നതിന് പകരം ഇതിങ്ങനെ ചുരുട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് ചുരുട്ടുന്നു. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡും കുറേശ്ശെ മുടിയെടുത്ത് ചുരുട്ടി വയ്ക്കുന്നു. ഇത് അതിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്കാണ് ഇത്. അടുത്ത് 5ാമത്തെ ഹെയർ സ്റ്റൈല്. അതായത് പ്രത്യേകിച്ച് വകുപ്പൊന്നും എടുക്കണ്ട, അല്ലാതെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കുറേശ്ശെ മുടിയെടുത്തിട്ട് ബാക്കിൽ ക്ലിപ്പ് ചെയ്യുന്നതാണ് ഇത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണേ. ഇതും സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. ഷോർട്ട് ഹെയറൊക്കെ ഉള്ളവർക്ക് നല്ല മാച്ചായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്. റൗണ്ട് ഫേസ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ കൂടുതൽ മാച്ചാവുക. പിന്നെ നമുക്ക് കുറച്ച് ഹെയർ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.